ബിരിയാണി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബിരിയാണി റൈസ് കേട്ടോ. ഫൈനൽ നല്ലപോലെ ഫ്രൈ ആയിട്ടില്ല കേട്ടോ. ബാക്കി ഇവിടെ വിശ്വേശ്വന്റെ വീട്ടിൽ കയറിയിരിക്കുവാണോ? വീട്ടില് എടാ ഇന്ന് തുറന്നേടാ, ഡോറ് തുറന്നേ. വീടിന്റെ ഡോറ് തുറന്നേ ഇഷു. ഇതിനകത്ത് സാധനം ഇറക്കി വരും. ആരാ രാവിലെ എണീറ്റ് കേക്കടിക്കുവാ. ബർത്ത്ഡേ ബേബിനെ റെഡിയാക്കലാണ്. ബർത്ത്ഡേ ബേബിനെ റെഡിയാക്കുവാ. കുളിച്ചോടാ ഇഷു? നീ കുളിച്ചോ? പുതിയ ഉടുപ്പാണോ? പുതിയ ഉടുപ്പാണോ ഇഷു? മുടി ഇതാണ് ഇഷുവിന്റെ പുതിയ ചീപ്പ് കണ്ണാടി. ഇത് നമുക്ക് ഇങ്ങനെ ചീപ്പായിട്ട് എടുക്കാം. ഇങ്ങനെ ഞെക്കിയിട്ട് ഇങ്ങനെ മടക്കി കണ്ടോ. ഇങ്ങനെ നോർത്തിയതിനു ശേഷം എവിടെ ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ ചീപ്പാണ്. എന്നാണ് ഇഷു കാണിച്ചേ? കഞ്ചടാ കിരീടമൊക്കെ വെച്ചല്ലോ. ബർത്ത്ഡേ ആയിട്ട് കിരീടം വെച്ച സാധനം ഇരിപ്പുണ്ടല്ലോ. എന്താ കരടിയോ? ഇങ്ങനെ കൈ കൊണ്ട് ഹായ് പറ. ഇന്ന് എന്റെ ബർത്ത്ഡേ ആന്ന് പറ. ബർത്ത്ഡേയോ? ആരുടെ ബർത്ത്ഡേ? ഇഷുവിന്റെ മോന്റെ ബർത്ത്ഡേയോ? ഇഷു ബർത്ത്ഡേ ആഘോഷിക്കാൻ ടെന്റ് കയറിയേക്കുവാണ്. ഇഷുവിന്റെ ടെന്റ്. ഇഷു എവിടെയാ? നോക്കി ഇങ്ങോട്ട് നോക്കി നോക്കട ഇഷു. നോക്കിയേ ഇഷുവിന്റെ വീട്ടിൽ കയറിയിരിക്കുവാണോ? വീട്ടില് എടാ ഇന്ന് തുറന്നേടാ, ഡോറ് തുറന്നേ. വീടിന്റെ ഡോറ് തുറന്നേ ഇഷു. ഇതിനകത്താരാ? ഇതിനകത്ത് സാധനം ഇറക്കി വരും. എങ്ങോടാ? പൊട്ടുള്ള ചേട്ടൻ അതിന്റെ ഉള്ളിൽ കയറിയിരിക്കുക. ടെന്റ് കയറാൻ പോവാണ്. ബലൂൺ എല്ലാം എടുത്തോണ്ട് വന്നോ? എല്ലാം എടുത്തോണ്ട് വറ്റേ. എടാ വീർപ്പിക്കട സാധനം എന്തേ? ആ കൊച്ചു വീർപ്പിക്ക് ബലൂൺ. നല്ല രസമുണ്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് ഇരിക്കുന്നതാണ്. ഇഷു ആരുടെ ഹാപ്പി ബർത്ത്ഡേയാ? മോന്റെയാണോ? മോന്റെയാണോടാ? കേക്കാണോ? കേക്ക് മുറിക്കാട്ടാ. യശുവിന്റെ ബർത്ത്ഡേ ആണോ? ബർത്ത്ഡേ ആണോ? എടാ അവിടെ ഇരുന്നോട്ടാ. അയ്യോ ഹാപ്പി ടു യു. യശുവിന്റെ ബർത്ത്ഡേ ആണോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. നിനക്ക് മുറിക്കണ്ടേ? കത്തി കൊണ്ട് എന്റെ അടുത്ത് മേടിച്ചോണ്ട് വന്നേ. ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഇഷുക്കുട്ട. ഹാപ്പി ബർത്ത്ഡേ ടു യു.
നല്ലതാണോ? വായിലുണ്ടതാ നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞില്ലേ, അലുത്തു വീണു വായിലിട്ട. ചേട്ടാ യേശുവിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ബിരിയാണി ഉണ്ടാക്കണ തിരക്കിലാണ്. എത്ര കിലോ ചിക്കൻ ചേട്ടാ? വലിയ പുതിന നമ്മൾ എടുത്ത് ഫസ്റ്റ് ചിക്കൻ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം. പെരട്ടി വെക്കാം കേട്ടോ ഫസ്റ്റ്. നമ്മൾ ചിക്കനകത്ത് മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള മസാല കേട്ടോ പെരട്ടി ചെയ്യുന്നത്. നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ്. നമ്മൾ തേച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറായി. അവിടെ ഇരിക്കട്ടെ, ബാക്കിയൊക്കെ റെഡി ആകുമ്പോൾ നമുക്ക് എടുത്ത് പുറക്കാം. ബിരിയാണി റൈസ് ഉണ്ടാക്കാനായിട്ട് വെള്ളം, നമ്മുടെ സ്പൈസസും ബാക്കി സാധനമൊക്കെ ഇട്ട് വെള്ളം. നമ്മുടെ സവോള കുറച്ച് വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കരിയാറായി. ഇത് നമ്മള് പെരട്ടി വെച്ച ചിക്കൻ ഇപ്പൊ ഏകദേശം ഒരു 1.5 മണിക്കൂറായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് നമ്മള് ചിക്കൻ വറക്കാൻ വെച്ചിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. 2 സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഡീപ്പ് ഫ്രൈയിലൊന്നും നമ്മൾ വറക്കുന്നില്ല. നമ്മളിത് വറുത്ത് കഴിയുമ്പോൾ ഗ്രേവി ഉണ്ടാക്കി സെറ്റപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു 80% നമുക്കൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ ഗ്രേവിയിലിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. ചിക്കൻ റൗണ്ട് എടുത്ത് ഞാൻ മറച്ചിട്ട് നല്ലപോലെ ഫ്രൈ ആയിട്ടില്ല കേട്ടോ. റൈസ് കഴിഞ്ഞില്ലേ? റൈസ് കഴിഞ്ഞില്ലേ? നമ്മുടെ ബിരിയാണി റൈസ് അത് ഇതിനകത്ത് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തിടാനുണ്ട്. നമ്മൾ ഇതിനകത്തൊരു കോട്ടിങ് കൊടുത്തായിരുന്നു, മൈദയും കോൺഫ്ലോറും വെച്ചിട്ട്. ആ ഒരു കോട്ടിങ് ആണ് ഇതിനകത്ത് കരിയുന്ന കേട്ടോ, ഫ്രൈ ചെയ്യുന്നത്. എത്ര പീസാ? ഇതൊരു 10-15 പീസ് ഉണ്ട്. ലെഗ് നമ്മുടെ ബിരിയാണി റൈസ് ഫൈനൽ ആയിട്ടുണ്ട്. നമ്മളെല്ലാം ഇതിനകത്ത് ഇട്ടു തുറക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ ബിരിയാണി റൈസ് കേട്ടോ, ഫൈനൽ. ക്യാഷും കിസ്മിസും സവോളയും എല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ട്. 5-8 പേർക്ക് കഴിക്കാനുള്ളതുണ്ട് കേട്ടോ. ഇത് വേറൊരു ബേസിനകത്തേക്ക് മാറ്റാണ്ട് കേട്ടോ. ക്യാഷും സവോള ഫ്രൈ ചെയ്തും എല്ലാം നമ്മുടെ റൈസിന്റെ എല്ലാ ഭാഗത്തേക്കും കുഴച്ചെത്തിക്കണം. ചടുപ്പോ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തിരിക്കണ്ട, നമുക്ക് ഗ്രേവി ഉണ്ടാക്കാണ്ട്. ബിരിയാണി ചിക്കനും ഇവിടെ സെറ്റായി. ചിക്കനല്ല, ചിക്കൻ നമ്മള് ഫ്രൈ ചെയ്ത ചിക്കൻ നമ്മുടെ ഗ്രേവി ആയിട്ട് മിക്സ് ചെയ്ത് സവോളയൊക്കെ വഴറ്റിയിട്ട് നമ്മുടെ ബിരിയാണി ചിക്കന് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ചിക്കൻ. ചിക്കൻ ബിരിയാണി പ്ലേറ്റിലാക്കി ചിക്കന് റൈസിന്റെ അടിയിൽ വെച്ച് പോവാണ്. റൈസിന്റെ മേളിൽ കണ്ടിട്ട് ഞാൻ പൊതിഞ്ഞു. ഇതേപോലത്തെ ചിക്കനാണ് കേട്ടോ, ഇതേപോലത്തെ ചിക്കനാണ്. നോക്കിക്കേ, ഇത് കേക്ക് ഓർഡർ ചെയ്ത പീസാണോ വന്നേ? കേക്കിന്റെ കവറില് നോക്കിയാടാ ഇഷു, നോക്കിക്കേ. ഞാൻ ഇഷുവിന്റെ കൂടാണോ ഇത്? ഇഷുവിന്റെ കൂട് ഇതിന്റെ അതിനകത്ത് കയറിയിരിക്കണേ. ഞാൻ ഇറങ്ങി വാ. ആരാ രാവിലെ എണീറ്റ് കേക്കടിക്കുക? രാവിലെ കേക്കടിക്കും. ഇഷു, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേക്കാണോ? വീഡിയോ എടുത്താ പിന്നെ അത് കാണണോട്ടോ. നല്ല കേക്കാണോ? നല്ല കേക്കാണ്ടോ ഇഷു? കേക്ക് നല്ലാണോ? ഇനി വേണോ? അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ.
സ്പൈഡർമാനാ. എടുക്കും. എന്നൊക്കെ സാധനമാണ് ബർത്ത്ഡേക്ക് കിട്ടിയത്.